ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? വേറെ എങ്ങോട്ടുമല്ല, ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന്. അപ്പോൾ നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ. എന്തിനും ഏതിനും നോ പറയാത്ത എസ് മാത്രം പറയുന്ന ഒരു നല്ലൊരു ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഫീവർ ആയതുകൊണ്ട് ഫീവറും കോൾഡും ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു ടീ പ്രിഫർ ചെയ്തു. ടീ ഒക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും ഈ മാളെത്തി. നെയ്മാൾ എൻജോയ് ആയപ്പോൾ തന്നെ ഒരു കിഡിലൻ ഓഫറാണ്. നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓഫറാണ്. റാസൽ കൈമ ടു കൊച്ചി വെറും 399 AD. അപ്പോൾ എല്ലാവരും മാക്സിമം യൂസ് ആക്കുക. ഓക്കെ, അങ്ങനെ നമ്മളതാ എവറിഡേ സെൻറ്ററിലെത്തി. ഇനി ഞാൻ എൻ്റെ പർച്ചേസുമായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, പിന്നെ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഫസ്റ്റ് ഞാനും എൻ്റെ കണ്ണുമെത്തുന്നൊരു സ്ഥലമുണ്ട്. അതാണ് ഇത് ചോക്ലേറ്റ്സ്, മൈ ഫേവറേറ്റ്. അങ്ങനെ 2-3 ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു. ഞാൻ വീണ്ടും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പെരുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, പെരുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ അതും 2-3 ഐറ്റം എനിക്ക് എടുക്കാൻ പറ്റില്ലൂ. അപ്പോൾ ലൈറ്റുകൾ ഓൾറെഡി ടൈം 45 ആയി. അങ്ങനെ പിന്നെ ഒന്നും നടന്നില്ല ഗൈസ്. ബീഫിൽ ചെന്നപ്പോൾ ബീഫ് അവർ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ബീഫും കിട്ടിയില്ല. നിരാശ മാത്രം ബാക്കിയായി. ഞാനവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇനി അവർ ബില്ലടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വരുന്നു ഗൈസ്. എന്നാലും നമ്മുടെ മനസ്സുണ്ടല്ലോ, ക്ലോസ് ആയി എന്ന് പറഞ്ഞാലും എന്തൊക്കെയോ പരുതിക്കൊണ്ടിരിക്കുക. വാങ്ങാനല്ല, ജസ്റ്റ് എടുക്കും, അവിടെ വയ്ക്കും, ഇതൊക്കെ തന്നെ. അങ്ങനെ എൻ്റെ പർച്ചേസ് ഇൻകംപ്ലീറ്റ് ആണ്. എന്നാലും സാരമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് കിട്ടി. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ റാസൽ കൈമയുടെ സ്വന്തം ഗൾഫ് സൈറ്റ്. 24/7 വർക്കിംഗ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ്. വീണ്ടും ഞങ്ങൾ യാത്രയായി. ലൈറ്റുകൾ തെളിയുന്നുണ്ടോ? മിന്നി സൂപ്പർ അല്ലേ? നൈസ് അല്ലേ? മിന്നി മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി പാവപ്പോൾ ഞാനിരിപ്പോ മിന്നി മിന്നി ഒന്നു മിണ്ടാൻ പാടാൻ പറ്റുന്നില്ല ഗൈസ്, തൊണ്ടയിൽ കിച്ച് കിച്ച്. Give me one kg. एक kg. ये Pakistan with the beef bone. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാളെ ബിരിയാണി വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ അവിടുന്ന് ബീഫ് വാങ്ങിച്ചു. ബിരിയാണിക്ക് വേണ്ട മല്ലിയില, പുതിനയിലയൊക്കെ ഇവിടുന്ന് വാങ്ങി. മല്ലിയില വാടിയിരിക്കുന്നു, എന്നാലും സാരമില്ല, ഞാനത് അഡ്ജസ്റ്റ് ആക്കും. വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. അങ്ങനെ വീണ്ടും ബില്ലിങ്ങിലോട്ട്. നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ട് ഇവിടെ ബില്ലിങ്.
ഒരു ഫുൾ ഷവർമ കഴിക്കാൻ ഗ്യാപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ഷവർമയിൽ ഒതുക്കി. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് യാത്രയായി. കൂട്ടത്തിൽ എനിക്കൊരു ടെഡി ബിയറിനെ കൂടി കിട്ടി. ഞാൻ ഹാപ്പി, അവന് ഹാപ്പി, ഞങ്ങളെല്ലാവരും ഹാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.